ജമാഅത്തെ ഇസ്ലാമി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു എന്നാണ് മുജാഹിദ് ഭാഗത്തിന്റെ അഭിപ്രായം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ആരാ ഉണ്ടാക്കിയ? അതാ നോക്കേണ്ടത്. അങ്ങനെ ഒരു സാധനം ആരും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെന്താ ഇങ്ങനെ ഉണ്ടായി? മുഹമ്മദ് നബിയുടെ ഏതെങ്കിലും ഹദീസ് കാണുമോ? നിങ്ങൾ ഖുർആനിൽ ഏതായാലും ഇല്ല. നബിന്റെ ഏതെങ്കിലും ഹദീസ് ഉണ്ടോ അങ്ങനെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഇല്ല? പക്ഷെ ഒന്നുണ്ട്, നബി നേതൃത്വം നൽകിയ സമൂഹം അൽ ജമാഅത്തായി. അൽ ജമാഅത്ത്, ഇംഗ്ലീഷിൽ ദ എന്ന് പറയേണ്ട അൽ ജമാഅത്ത്, ദ സൊസൈറ്റി. മുസ്ലിമീങ്ങളായ എല്ലാവരും അതിൽ അംഗങ്ങളായി. ഖുർആനും സുന്നത്തുമായിരുന്നു അവർക്ക് അടിസ്ഥാനം. തറക്തു ഫീക്കും അംറൈനി ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. അപ്പൊ അങ്ങനെയുള്ള ആ സമൂഹത്തിൽ നിന്ന് ഒരാളെങ്കിലും, അതാ അൽ ജമാഅ, ആ സമൂഹമാണ് നബി നേതൃത്വം നൽകിയ, നബിക്ക് ശേഷം ഖിലാഫത്ത് റാഷിദ, ഖുലഫാ റാഷിദ് നേതൃത്വം നൽകിയ ആ സമൂഹം. അതിൽ നിന്ന് ആരെങ്കിലും പുറത്തു പോകുന്നതിനെ പറ്റി നബി എന്താന്ന് പറഞ്ഞത്? ലാ യഹില്ലു ദമു ഇംറിഇൻ മുസ്ലിമീൻ ഇല്ലാ ബിസലാസ്. മൂന്ന് കാര്യങ്ങളെ കൊണ്ട് ഒരു മുസ്ലിമായ മനുഷ്യനെ കൊല്ലാൻ പാടുള്ളൂ. അസ്സയ്യിബുൽ സാനി, വാൻ കഴിച്ചതിന് ശേഷം വ്യഭിചാരത്തിന് പോകുന്ന മനുഷ്യൻ. അതുപോലെ തന്നെ ഖാതിലുൻ നഫ്സ്, വേറൊരുത്തനെ വെറുതെ കൊന്നവൻ. മൂന്നാമത് പറഞ്ഞത് അത്താരിഖുൽ ദീനിൽ മുഫാരിഖുൽ ജമാഅ, ഈ ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് വിഘടിതനായി തെറ്റിപ്പോകുന്നതായ, അങ്ങനെ ദീൻ തന്നെ ഉപേക്ഷിച്ചു പോകുന്നതായ മനുഷ്യൻ. മൻ ശദ്ദ ശുദ്ധ ഫിന്ന മൻ മാത വലൈസ ഫീ ഉനഖിഹി ബയ്യത്തുൻ മാത മീതതൻ ജാഹിലിയ്യ. ഒരു മനുഷ്യൻ ഒരു ഇമാമിനെ ബയ്യത്ത് ചെയ്യാതെ, സ്വന്തം സമൂഹത്തിൽ അമീറിനെ ബയ്യത്ത് ചെയ്യാതെ മരിച്ചു പോയാൽ അയാൾ ജാഹിലിയ കാലത്ത് ചത്തുപോയവനെ പോലെയാണ്. മാത മീതതൻ ജാഹിലിയ്യ. ഇത്ര ഗൗരവമുള്ള സംഗതിയാണ് അൽ ജമാഅത്ത്. ആ അൽ ജമാഅത്തിൽ നിന്ന് ആരും പുറത്തു പോകാനേ പാടില്ലാത്ത ഒന്നാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ദുർബലമായ ഇസ്ലാമിക ഖിലാഫത്ത് പോലും ഒടുവിലത്തെ ഉസ്മാനിയ ഖിലാഫത്തിന്റെ തകർച്ചയോടെ ഇല്ലാതായി. ഇപ്പൊ അങ്ങനെ ഒരു ഖിലാഫത്ത് എവിടെയുമില്ല. എന്നാൽ ഇനി ഉണ്ടാവുകയില്ല എന്ന് തീരുമാനിക്കണോ? വേണ്ട, ഉണ്ടാവുന്ന തീരുമാനിക്കണം. അതിന് ആയത്ത് ഞാൻ നേരത്തെ ഓതി, എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല തന്ന വാഗ്ദാനമാണ്. ഖിലാഫത്ത് ഉണ്ടാവും, അതിനുവേണ്ടി പണിയെടുക്കണം. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം നബി പറഞ്ഞു, അവസാനമായിട്ട് ഖിലാഫത്ത് അലാ മിൻഹാജിൻ നുബുവ്വ, പ്രവാചകത്വത്തിന്റെ അതേ മാതൃകയുള്ള ഖിലാഫത്ത് സ്ഥാപിതമാവും. പ്രതീക്ഷയോടുകൂടി പണിയെടുക്കണം. അതാണ് ജമാഅത്തെ ഇസ്ലാമി രൂപവൽക്കരിച്ചുകൊണ്ട് ചെയ്ത അബുലാല മൗദൂദി ചെയ്ത പ്രസംഗത്തിൽ ഏറ്റവും മുഖ്യ പോയിന്റ്. റൂദാൽ ജമാഅത്തെ ഇസ്ലാമി ഇതിന്റെ 1-ാം ഭാഗം നിങ്ങളെടുത്ത് വായിക്കണം. ഇവിടെ ഉദ്ധരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാ. എന്താ അദ്ദേഹം പറഞ്ഞറിയാവോ? നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ സംഘടനയുടെ പേര് അൽ ജമാഅൽ ഇസ്ലാമി, ഇസ്ലാമിക സംഘടന അല്ലെ ജമാഅത്തെ ഇസ്ലാമി എന്നാണ് സമ്മതിച്ചു. ഒരിക്കലും നമ്മുടെ മുൻഗാമികളായ ചില സംഘടനകൾക്ക് പറ്റിയ അബദ്ധം നമുക്ക് പറ്റരുത്. ഈ സംഘടനയിൽ ചേരാത്തവരൊന്നും മുസ്ലിമല്ല, ബാക്കിയുള്ളവരൊക്കെ അമുസ്ലിമീങ്ങൾ. അൽ ജമാഅത്ത് ഞങ്ങളതാണെന്ന് പറയാനേ പോവരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയ അൽ ജമാഅത്ത് ഇന്ന് നിലവിലില്ല. ഒരു സംഘടനയ്ക്കും ഞങ്ങളാണതെന്ന് അവകാശപ്പെടാൻ